and we had a very big jar of weed in the front table. അവിടെ ഒരു വലിയ ബോംബ് വെച്ചിട്ടുണ്ട്. I said fuck it, I quit. ഫാക്ടറിയിൽ ഞാൻ വിളിച്ചു പറഞ്ഞു I quit. ഞാൻ അപ്പനെ വിളിച്ചു പറഞ്ഞു അപ്പ ഞാൻ ഫീസ് അടച്ചിട്ടുണ്ട്, എനിക്ക് കുറച്ച് പൈസ തരണം. I just want to take a few days off. വിജയ് എന്ന് പറഞ്ഞൊരു ബ്രോയും പിന്നെ ആൽബർട്ട് എന്ന് പറഞ്ഞൊരു ബ്രോയും. ആൻഡ് വി ഗൈസ് വേർ ദ ട്രിയോ ബാക്ക് ഇൻ ലണ്ടൻ ഡേയ്സ്. 15 minutes മാർക്ക് അടിച്ചു. നെക്സ്റ്റ് എപ്പിസോഡ്. എന്നാ ഓക്കെ പറഞ്ഞു. അപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഗേൾസിന്റെ കാര്യമാണ്. ഇവര് അവിടെ വന്നു കഴിഞ്ഞാല് പബ്ബിൽ പോവാം, അവർക്ക് സിഗരറ്റ് വലിക്കാം, അവർക്ക് കള്ളു കുടിക്കാം, അവർക്ക് ബോയ് ഫ്രണ്ട്സിന്റെ കൂടെ പോവാം, അവരുടെ കൂടെ ടൂർ പോവാം. ഞാൻ ഇപ്പൊ എന്റെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ലൈക്ക് വിമൻ നിങ്ങൾ ആണുങ്ങൾ സഫർ ചെയ്യുന്നതിന്റെ അത്രയും സഫർ ചെയ്യുന്നുണ്ടോ അവിടെ? സിറ്റുവേഷൻസ് സെയിം ആണോ? നോ. വൈ? ഹൗ ഇസ് ദാറ്റ് ഡിഫറെന്റ്? ഹൗ ഇസ് ദാറ്റ് ഡിഫറെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി സംസാരിക്കാൻ പോകുന്ന കാര്യം കുറച്ച് ചീപ്പായിട്ടോ ബാഡ് ആയിട്ടോ തോന്നും, ബട്ട് ഇത് എന്റെ എക്സ്പീരിയൻസ് ആണ്, എന്റെ അറിവാണ്. ആൻഡ് ഐ എം ഷെയറിങ് ഇറ്റ്, ഡോണ്ട് ടേക്ക് ഇറ്റ് ഇൻ ദ റോങ് സെൻസ്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളും, റിമെമ്പർ ഞാൻ കാനഡയിലായിരുന്നു, ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ സ്ഥലവും മാനേജേഴ്സ് ഒന്നെങ്കിൽ പഞ്ചാബികൾ അല്ലെങ്കിൽ ഗുജറാത്തികൾ, അങ്ങനെയാണ്. ആൻഡ് ദീസ് ഗൈസ് ആർ മാഡ് അബൌട്ട് ഗേൾസ്. ദേ ഡു എനിത്തിങ് ടു ഗെറ്റ് ഷുഗർ. സോ കേക്ക് ഈസ് കേക്ക്. യെസ്, കേക്ക് ഈസ് കേക്ക്. അപ്പോൾ ഇവർക്ക് ഈ പെണ്ണുങ്ങള്, ഞാൻ പറയാം, നമ്മുടെ ഇൻഫോസിസിൽ ഞാൻ ഇപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരനെയൊക്കെ വിളിച്ച് സംസാരിക്കും, സെയിം തിങ്സ് ഹാപ്പനിങ് ദെയർ ഫോർ പീപ്പിൾ. അപ്പൊ ഇവർക്ക് ഈ ഹെക്ടിക് വർക്ക് ഷെഡ്യൂൾ ഒന്നും ഫോളോ ചെയ്തില്ലെങ്കിലും ബോയ് ഫ്രണ്ട്സ് നോക്കിക്കോളൂ എന്നാണോ പറയണത്? ബോയ് ഫ്രണ്ട്സ് നോക്കിക്കോളൂ എന്ന് മാത്രമല്ല, അവിടുത്തെ മാനേജർമാരും നോക്കിക്കോളും. ഞാൻ ജോലി ചെയ്ത സ്ഥലത്ത് ഞങ്ങള് 3-4 പേര് കയറിയതാണ്. അപ്പോൾ അവിടെ ആണുങ്ങൾ ജോലി ചെയ്യുന്ന പോലെ പെണ്ണുങ്ങൾ ജോലി ചെയ്തിട്ടില്ല. ഇപ്പം വാഷ്റൂം കഴുകാനാണെങ്കിലും വെയിറ്റ് എടുക്കാനാണെങ്കിലും ഫ്രീസർ തുടയ്ക്കാനാണെങ്കിലും ബോയ്സും കുക്സും ബോയ്സ് പോണം. ലൈറ്റ് ജോബുകളാണ് ഗേൾസിന് കൊടുക്കുന്നത്. ആൻഡ് ഐ എം നോട്ട് അഗെയിൻസ്റ്റ് ഇറ്റ്, ബട്ട് ഓക്കെ. അപ്പം ഈ പെണ്ണുങ്ങൾക്ക് അവിടെ ഇക്വാലിറ്റി വേണ്ട. അവിടെ ഇക്വാലിറ്റി വേണ്ട. നിങ്ങൾ ആണുങ്ങളല്ലേ, യു ഗൈസ് ആർ ബെറ്റർ ബിൽഡ് ഫോർ ദിസ്. യു ടേക്ക് ദി ഫ്രീസർ, യു വാഷ് ദ ഫ്രീസർ. സോ മൈ ക്വസ്റ്റ്യൻ അല്ല, ക്വസ്റ്റ്യൻ കോറിലോട്ട് വന്ന് we have 45 seconds to answer this question. അവിടെ ചെന്നിറങ്ങുന്ന വിമൻ അല്ലെ ഫീമെയിൽ സ്റ്റുഡൻസ്, അവരുടെ സിറ്റുവേഷൻ ഇതുപോലെ ഹാർഡ് അല്ല. അവർക്ക് എന്തായാലും അവരുടെ സ്ട്രഗ്ലിംഗ് പീരീഡ് എങ്ങനെ ആസ് കമ്പയർഡ് ടു മെൻ? They are definitely struggling. Their struggling is equal to men. ഫീമെയിൽ അഡ്വാൻറ്റേജ് ഉണ്ടെന്നാണ് പറയുന്നത്. They have certain female advantages. അത് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും മനസ്സിലാവും. ഓക്കെ, പക്ഷെ അങ്ങനല്ല, ആ അഡ്വാൻറ്റേജസിലൊന്നും പോകാത്ത ടൈപ്പ് ഓഫ്, അങ്ങനെയൊന്നും അഡ്വാൻറ്റേജസിലേക്ക് പോകാത്ത ടൈപ്പ് ഗേൾസ് ഉണ്ടോ? ഡെഫിനറ്റ്ലി. ബട്ട് പോകുന്ന ടൈപ്പ് ഗേൾസ് ഉണ്ടോ? ഹ്യൂജ് അമൗണ്ട്സ്. അതാണ് എൻ്റെ ആൻസർ. ഐ എം നോട്ട് ജനറലൈസിങ്, ബട്ട് ദിസ് ഈസ് ഹാപ്പനിങ്. എന്നാൽ ഈ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിലനിൽക്കാൻ വേണ്ടി ചില ആണുങ്ങളെ സഹിക്കേണ്ടി വരുന്നു. ഇപ്പൊ എയ്തർ ഷീ ക്യാൻ ലിഫ്റ്റ് എ ചാക്ക് ഫോർ 4 hours or talk to someone for 2 hours and stay still for the job. அந்த மாதிரி സംഭവം. സോ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഞാൻ എൻ്റെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ടു ദ ബേസിക്സ് ആണ്. ഹൗ മച്ച് ഡിഡ് യു സ്പെൻഡ് ഗോയിങ് ദെയർ? കാനഡയിൽ പോകാൻ ഒരു വേഗ് എസ്റ്റിമേറ്റ് വേണ്ട, കറക്റ്റ് എമൗണ്ട് പറഞ്ഞുതരാം. ഫീസ് എനിക്ക് 2 വർഷത്തേക്കും കൂടി 3 years ബാക്കിലെ കണക്കാണ്. അറൗണ്ട് 23 lakhs. പിന്നെ 10 ലക്ഷം രൂപ നമ്മൾ GIC എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. അത് നമ്മൾ അവിടുത്തെ ബാങ്കിൽ ആദ്യം തന്നെ ഡെപ്പോസിറ്റ് ചെയ്യണം. ആൻഡ് $1,000 വെച്ച് നമുക്ക് 10-11 വട്ടം 1 ലക്ഷം രൂപ നമുക്ക് മാസം ശമ്പളം അക്കൗണ്ടിൽ വരുന്ന പോലെ വരും നമ്മുടെ ലിവിങ് എക്സ്പെൻസിന്. അത് പോയാലും തിരിച്ചു കിട്ടും. പിന്നെ എന്താ സാന്താ മോണിക്ക വകി ഈ നബീലിന് വീട് വെക്കാൻ കൊടുത്തൊരു $1000, പിന്നെ അല്ലറ ചില്ലറ എല്ലാം കൂടെ ഒരു 30
നമ്മുടെ കയ്യിൽ വേണം. ആദ്യത്തെ ഒരു വർഷത്തെ ഫീസ് അടച്ചാൽ മതി. സോ ദാറ്റ്സ് അറൌണ്ട് 10 lakhs. പിന്നെ 10 lakhs GIC, പിന്നെ അല്ലറ ചില്ലറ ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം കൂടെ 25 rupees ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാനഡയിൽ പോയി അടിപൊളി ഒരു ജീവിതം കൊണ്ടുപോകാം. പപ്പണം പോകുന്നവർക്കുള്ള റെക്കമെൻഡേഷൻസ് അവിടെ എനിക്കറിയുന്ന ഇപ്പോഴും ഒരു ജനറൽ കോൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ചിലവര് ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള അവിടെ പോയി എക്സ്ട്രീംലി എംപയർ ബിൽഡ് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. ഹൗ പോസിബിൾ ഇസ് ദാറ്റ്? അതേപോലെ തന്നെ ഇപ്പൊ അതുപോലെ നടക്കും. പണ്ട് ഐ നോ ഇറ്റ് വാസ് ഫാർ ഈസിയർ. പക്ഷെ ഹൗ ഇസ് ഇറ്റ് ടു ബിൽഡ് ആൻ എംപയർ നൗ ഇൻ കാനഡ? ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറയാം. ഹൗ ഈസി ടു ബിൽഡ് ആൻ എംപയർ ഇൻ കേരള, ദാറ്റ്സ് ഹൗ ഈസി ഇറ്റ് ഈസ് ടു ബിൽഡ് ആൻ എംപയർ ഇൻ കാനഡ. നമ്മൾ ചിലവര് അവിടെ പോയി കാനഡ ഇപ്പൊ ആർക്ക് പോകണമെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ പോയി നിന്ന് വന്ന ഒരാൾ എന്ന രീതിയിൽ പറയാ, നിങ്ങൾക്കിപ്പോൾ വീട്ടിൽ ഭയങ്കരമായിട്ട് കടമുണ്ട്, നിങ്ങളുടെ വീട് കടത്തിൽ മുങ്ങി നിൽക്കുകയാണ്, യു നീഡ് ടു സപ്പോർട്ട് യുവർ പേരൻസ്, നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ വർക്കിന് പോകാൻ പറ്റാത്ത അങ്ങനെ എന്തെങ്കിലും അഡ്വേഴ്സ് സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ പറയാണ്, ടേക്ക് എ ലോൺ, ഗോ ദെയർ, ഫൈൻഡ് എ ജോബ്, യു വിൽ പേ ദ ലോൺ ഓഫ് 100% ഷുവർ. ബട്ട് നിങ്ങൾ പട്ടിണിയായിരിക്കും. യു വിൽ ബി സ്ലീപ്പിംഗ് ഇൻ എ ബേസ്മെന്റ് ഷെയറിംഗ് വിത്ത് 3 പഞ്ചാബി ഗൈസ്. യു വിൽ ബി ഈറ്റിംഗ് ഷിറ്റ്. പഞ്ചാബി ഗൈസ് അത് നമുക്ക് വേറെ ഇതിലോട്ട് പറയാം, എന്നെ മൂട് പോകും. എല്ലാം ജനറലൈസ് ചെയ്ത് പറഞ്ഞാൽ പഞ്ചാബി ഗൈസ്, പഞ്ചാബി മല്ലു കൊളാബറേഷൻ എങ്ങനെ? പഞ്ചാബി മല്ലു കൊളാബറേഷൻ ഇസ് ലൈക്ക് ദേ ഓൾവേസ് കൺസിഡർ കേരള തമിഴിയൻസ് വേ ഇൻഫീരിയർ. അത് നമ്മൾ അവരുടെ വർക്ക് കൾച്ചറിൽ നിന്ന് മനസ്സിലാവുക. ഇപ്പോൾ ഒരു പഞ്ചാബി ചെറുക്കനും ഞാനും വേറൊരു മല്ലുഗായിയും നിൽക്കുവാണ്, സെയിം പോസ്റ്റ് സെയിം ഇത്, 3 പേരും ഫ്രീ ആയിട്ട് നിൽക്കുവാണെങ്കിൽ പഞ്ചാബി മാനേജർ വിൽ കം ആൻഡ് സെൻഡ് ദ 2 മല്ലു ബോയ്സ് ടു ടോയ്ലറ്റ്, ഗോ ക്ലീൻ. അവിടെ പഞ്ചാബീസ് ആണോ കൂടുതൽ മലയാളികളാണോ? They Punjabis. Punjabi is to Malayali is like 10 to 2. Yeah. 10 to 2 ratio. Yeah. Don't get me wrong. Malayalis തന്നെ ഉണ്ട് lakhs of. അവിടെ കൂടുതൽ വൈറ്റ്സിനാണോ അവിടെയുള്ള പഞ്ചാബീസിനാണോ മലയാളികളാണോ? പഞ്ചാബിയെയും മലയാളികളെയും ഇന്ത്യക്കാരെയായിരിക്കും ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. Yeah, definitely. അത് നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് തള്ളല്ല. നിങ്ങളുടെ കസിനോ നിങ്ങളുടെ ഫ്രണ്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ ഐ ഗെറ്റ് ഇറ്റ്, ദേ ആർ ഓൾസോ ലൈങ് അബൌട്ട് ദെയർ ലൈഫ് ത്രൂ ഇൻസ്റ്റാഗ്രാം. ഇറ്റ്സ് ഓക്കെ ടു ലൈ. ബട്ട് ഫ്രണ്ട്സിനോടും കസിനോടും ഈ ലോൺ എടുത്തും കടമെടുത്തും ഈ വീട് പണയം ഒക്കെ വെച്ച് വരുന്നവരോട് ജസ്റ്റ് ടെൽ ദം ദിസ് ഈസ് ദ റിയാലിറ്റി. സി വാട്ട് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ, ഇപ്പൊ ഞാൻ മാർക്കറ്റിംഗ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്കറിയാം. ഇപ്പൊ ഞങ്ങൾ ഈയിടെ ഒരുപാട് ട്രാവൽസ് ആൻഡ് ടൂറിസം ഇതുപോലത്തെ സ്റ്റഡി അബ്രോഡിൽ പോകുമ്പോൾ അവർക്ക് അവിടെ നിന്ന് ടാർഗറ്റ് കൊടുക്കുന്നുണ്ട്. ആൻഡ് ദെയർ മാർക്കറ്റിംഗ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓഫ് ദ ചാർട്ട്സ് ആണ്. അവർ 5 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്താലും അവർക്ക് 1-2 സ്റ്റുഡൻസിൽ നിന്ന് തിരിച്ചു കിട്ടും. 1-2 സ്റ്റുഡൻസ് അല്ല, അവർക്ക് ഒരാളെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഫീസിന്റെ 50% തിരിച്ചു കിട്ടുന്ന കോളേജുകൾ ഇപ്പോഴും ഉണ്ട്. അതെ, അപ്പൊ അവർക്ക് 3 ലക്ഷം രൂപ 4 ലക്ഷം രൂപയ്ക്ക് മാർക്കറ്റ് ചെയ്താലും ഒരു സീനില്ല. സോ വാട്ട് ദേ ആർ ഡൂയിങ് ഇസ് അവരൊരു ഡ്രീം സെല്ല് ചെയ്യും. അവരുടെ എല്ലാ മാർക്കറ്റിംഗ് ക്യാമ്പയിനും അവര് ദേ ആർ സെല്ലിങ് എ ഡ്രീം. നിങ്ങൾ അവിടെ പോയി ഇതാവും, അവിടെ പോയി ചക്കയാണ്, അവിടെ പോയി ഫ്രീഡം ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, മാർക്കറ്റിംഗ് ക്യാമ്പയിനകത്ത് അവരെപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഫീമെയിൽസിന്. മിക്ക ആഡിനകത്ത് നോക്കിയാൽ മതി, ഒരു പെൺകൊച്ച് ബാഗൊക്കെ ആയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സംഭവമാണ് അതിനകത്ത്. ദേ ആർ സെല്ലിങ് എ ഡ്രീം ടു യു. ആൻഡ് റിയാലിറ്റി എന്ന് പറയുന്നത് എനിക്ക് കേട്ടെടുത്തോളം പപ്പോണ് മാത്രമല്ല, എൻ്റെ ഒരു സബിൻ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട്, അവൻ സിനിമറ്റോഗ്രഫി പഠിക്കുമ്പോൾ അവൻ തിരിച്ചു വന്നു. കഴിഞ്ഞ ആഴ്ച അവൻ തിരിച്ചു വന്നു. അവൻ പക്ഷേ ചിലവർക്കൊക്കെ ഭയങ്കര കടം ആയിട്ടാണ് വരുന്നത്. സോ ദേ ആർ ലിറ്ററലി റീസ്റ്റാർട്ടിങ് ദർ ലൈഫ് അറ്റ് 28-29. അപ്പൊ അതൊരു ഭയങ്കര ഹസിൽ ബേർഡൻ ആണ്. ഈ കടം ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എന്തെങ്കിലും കാര്യത്തിനൊക്കെ കടം വീട്ടാനോ അല്ലെങ്കിൽ ഇതിനൊക്കെ ആയിട്ട് പോയി നമ്മൾ ഒരു ഏറ്റവും പന്ന വീട്ടിൽ താമസിച്ച് ഏറ്റവും പന്ന ഫുഡ് കഴിച്ചാൽ ദേ ക്യാൻ പേ ഓഫ്. ബട്ട് നമ്മൾ ഇവിടെ നാട്ടിൽ അത്യാവശ്യം ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ആവറേജ് ഹൗസിൽ വളർന്നവർ അവിടെ പോയി 3 നേരം ബ്രെഡ് കഴിക്കാൻ പറഞ്ഞാൽ ഐ കനോട്ട്.
ഞാൻ അത് ചെയ്തു. എനിക്ക് അസുഖങ്ങൾ വന്നു, എനിക്ക് വണ്ണമെല്ലാം പോയി. ഐ സഫേർഡ് എ ലോട്ട്. ആൻഡ് ഒരു ഇറ്റ് ഈസ് you don't go there to live a good life. Not for the first 10 years at least. First 10 years? Oh, 100%. ആ 10 years എവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ പോരെ? ധാരാളം. അത് മനസ്സിലാക്കി. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്നവർക്ക് ഇങ്ങോട്ട് വരാൻ ഭയങ്കര പാടാ. എനിക്കത് ഫേസ് ചെയ്തു. ബിക്കോസ് മീ മേക്കിംഗ് ദ ഡിസിഷൻ ടു കം ബാക്ക് വാസ് ഈസി ബട്ട് വെരി ഹാർഡ്. തിരിച്ചു വരിക, ഇല്ലെങ്കിൽ ഞാൻ ചത്തുപോകും. എന്നാലും എന്ന് പറഞ്ഞാൽ പട്ടിണിയും, ഈ ഞാൻ ജോലിക്ക് പോകുന്നത് രാവിലെ 6 മണിക്ക് എണ്ണീറ്റ് 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് അടുത്ത സിറ്റിയിൽ, ബിക്കോസ് എൻ്റെ വലിയ സിറ്റിയിൽ ജോലിയില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, എന്നാലും നമ്മുടെ ഒരു കസിൻ ചേച്ചിയാണല്ലോ, പുള്ളിക്കാരിയുടെ കണക്കുള്ള ആൾക്കാർ ഇപ്പോഴും തിരിച്ചു വരാൻ മടിയാ കാണിക്കുന്നു. വൈ ഇസ് ദാറ്റ്? ഇപ്പൊ ഞാൻ സബിയും പപ്പോണ്ണനും എന്റെ വേറൊരു കൂട്ടുകാരനുണ്ട്, അവനും തിരിച്ചു വന്നു കോട്ടയത്ത് പിടിച്ച്. അവർക്കെല്ലാം കോമൺ ആയിട്ട് ഞാൻ ഒരു ആട്രിബ്യൂട്ട് കണ്ടെന്ന് പറയുന്നത് സോഷ്യൽ കമ്മിറ്റ്മെന്റ്സ്, ഫാമിലി കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് അവർക്ക്. അച്ഛനോ അമ്മയോടോ ഒക്കെ ഒരു കമ്മിറ്റ്മെന്റ് ഉള്ള ആൾക്കാരൊക്കെയാണ് മിക്കപ്പോഴും തിരിച്ചു വരുന്നത്. അവരുടെ ഫാമിലിന്ന് പറയത്തുമില്ല നീ തിരിച്ചു വരാതിണ്ടാന്ന് പറയത്തുമില്ല, മനസ്സിലായോ? ഇപ്പം ഇത്രയൊക്കെ പൈസ സ്പെൻഡ് ചെയ്തിട്ടാണ് നീ പോയെങ്കിലും തിരിച്ച് വെറുപ്പിക്കാതെ ഞാൻ വരട്ടെ അച്ഛാന്ന് ചോദിച്ചാ നീ വാ, എനിക്ക് നിന്നെ കാണണം എന്നുള്ള സോഷ്യൽ കമ്മിറ്റ്മെന്റ്സ് ഉള്ള ഫാമിലിയിലെ പിള്ളേരെ മിക്കപ്പോഴും തിരിച്ചു വരും. അത് മാത്രമല്ല, അത് നമ്മളുടെ ഇതിൽ നിന്ന് ചിന്തിക്കുന്നുണ്ട്. വേറൊരു രീതിയിൽ പറയുമ്പോൾ തിരിച്ചു വരാത്തവരെ നമുക്ക് 2-3 വട്ടമായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന്, നീ ഇപ്പൊ പറഞ്ഞത്. 2, കിടപ്പിലായ അമ്മയും കിടപ്പിലായ അച്ഛനും ചേട്ടനോ അനിയനോ ഡ്രൈവിങ്ങോ കുക്കിങ്ങോ എങ്ങാനും ആയിരിക്കും. അപ്പൊ ഇവൻ വീടും പണയം വെച്ച് തിരിച്ചു പോയി അവിടെ ചെന്ന് 3-4 വർഷം ഐസൊലേറ്റ് ആയി, ഫ്രണ്ട്സും ഇല്ല, ഫാമിലി ഇല്ല, 8 മണിക്കൂർ ഒരു ജോലി, അതേ ദിവസം തന്നെ വേറെ 8 മണിക്കൂറത്തെ ജോലിയും ചെയ്ത് കടം വീട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാള് 2 years ഓഫ് സോളിറ്റ്യൂഡ് കഴിയുമ്പം ഹീ ഈസ് എ വെരി ചേഞ്ച്ഡ് പേഴ്സൺ. ഈസ് ഹി ഡിപ്രസ്ഡ് ഓർ അവൻ പപ്പോണൻ ഒരു പീക്ക് ടൈമില് ഹൗ വാസ് യുവർ മൈൻഡ് സെറ്റ്? എനിക്ക് അറിയാം പപ്പോണം വരുന്നതിന് 2-3 ദിവസം യു ആർ റിയലി ഗുഡ്. പക്ഷെ അതിന് മുന്നേ ഞാൻ ഉദ്ദേശിച്ച ഡ്യൂറിങ് ദ വേർസ്റ്റ് ഓഫ് യുവർ ടൈം ഞാൻ ചെന്ന് ഒരു 6 മാസം കഴിഞ്ഞതിന് ശേഷം ഐ വാസ് ലോസ്റ്റ്. എക്സ്പ്ലെയിൻ ദാറ്റ്. ഐ വാസ് ലോസ്റ്റ് ഇൻ വാട്ട് സെൻസ്? ഞാൻ അവിടെ ചെന്ന് ഞാനിപ്പോ വായിക്കുന്ന പുസ്തകം എന്ന് പറഞ്ഞ ഒരു നാസി പ്രിസണർ ഡോക്ടറിന്റെ, അയാള് ആ പ്രിസണിൽ കണ്ടെന്ന് വെച്ചാൽ അവിടുത്തെ സർവൈവൽ റേറ്റ് എങ്ങനെ അയാൾ കാൽക്കുലേറ്റ് ചെയ്യുന്നറിയോ? ഇറ്റ്സ് നോട്ട് ദ ഫിറ്റ്നസ്, ഇറ്റ്സ് നോട്ട് ദ ഫിസിക്, ഇറ്റ്സ് നോട്ട് ദ സോഷ്യൽ കണക്ഷൻ, ബട്ട് പീപ്പിൾ ഹൂ ഹാവ് എ പർപ്പസ് ടു ലിവ് ഫോർ. ദ പീപ്പിൾ ഹൂ ഹാവ് അവർക്കൊരു ആഗ്രഹമുണ്ട്, ജയിലിൽ നിന്ന് ഇറങ്ങി എനിക്ക് എന്റെ ഭാര്യയെ കാണാൻ പോണം എന്നൊരു ആഗ്രഹമുള്ളവരാണ് മിക്കവരും സർവൈവ് ചെയ്യാൻ. അങ്ങനത്തെ ആ ഒരു വേഴ്സ് പീരീഡിൽ അപ്പോൾ ഡ്രൈവ് ചെയ്ത കാര്യം എന്തുവായിരുന്നു? അങ്ങനത്തെ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു 6 മാസം കഴിഞ്ഞതിന് ശേഷം ചെന്ന അന്ന് തൊട്ട് ഞാൻ ഈ ഷോക്കായിപ്പോയി. കാരണം കാനഡയിലെത്തി ഞാൻ കനേഡിയൻസിനെ ഒന്നും കാണുന്നില്ല. എവ്രിവെയർ ഐ ലുക്ക് ഈസ് പഞ്ചാബീസ് ആൻഡ് മല്ലൂസ്, ആൻഡ് ഓൾ ഐ സീ ഈസ് റണ്ണിങ്, പീപ്പിൾ റണ്ണിങ് ടു ഷിഫ്റ്റ്. അപ്പോ ഞാൻ വിചാരിച്ചു ഇതെന്തിനാ ഇങ്ങനെ, ഇതെന്താ ഈ നടക്കുന്ന, ഒരു ജോലി പോരെ? അപ്പൊ 2 ജോലി ചെയ്തവര് 3-ാമത്തെ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നു. പപ്പോണന് പോകുന്നതിന് മുന്നേ അറിയായിരുന്നല്ലോ അവിടുത്തെ ലൈഫ് ഇത്ര ഹെക്ടിക് ആയിരുന്നു? നോ, നെവർ. ഇവിടെ ജോലി ചെയ്യുന്ന അവിടെ കുറച്ച് കഷ്ടപ്പാടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ബട്ട് അപ്പോ ഞാൻ ഒരു 4-5 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഐ സ്റ്റാർട്ടഡ് അക്സെപ്റ്റിങ്, ഐ സ്റ്റാർട്ടഡ് റണ്ണിങ് വിത്ത് ദം. എന്തോ അവരുടെ കൂടെ ഓടണം, ഇല്ലെങ്കിൽ ഞാൻ എന്തോ തോറ്റുപോകും. ഈ മാതിരി ഫീലിങ്സ് ഒക്കെ നമുക്ക് ആവശ്യമില്ലാതെ തലയിൽ കയറി. എനിക്ക് ഫീസ് അടയ്ക്കാൻ വേണ്ടി ഞാൻ 2 ജോലിക്ക് പോയി. രാവിലെ 4:30 എണ്ണീക്കും, 5 മണിക്ക് പഞ്ചാബിയുടെ കാർ വരും. പഞ്ചാബിയുടെ കാറിൽ കയറി 6:30 ഞാൻ ഫാക്ടറിയിലെത്തും. 8 hours ഷിഫ്റ്റ്, 2:30 1:30 വരെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് 2:30 അവിടുന്ന് അതേ പഞ്ചാബി എന്നെ 1 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ഒരു KFC-യിൽ കൊണ്ടിറക്കും. ആ KFC-യിൽ ഐ വർക്ക് ഫ്രം 4 to 12. അത് കഴിഞ്ഞ് 12 മണിക്ക് ഞാൻ വീട്ടിൽ വന്ന് വെള്ളവും കുടിച്ച് അല്ലെങ്കിൽ ബ്രെഡും കഴിച്ച് 1 മണിക്കോ 1:30 യൂട്യൂബും കണ്ട് ഉറങ്ങി. ഐ വേക്ക് അപ്പ് അറ്റ് ബിഫോർ 3. So what did you feel during those days? A sense of hollowness, emptiness? ഒന്നുമില്ല. ഐ വാസ് വർക്കിംഗ് ലൈക്ക് എ റോബോട്ട്. നമ്മുടെ തോട്ട്സ് ഒക്കെ അങ്ങ് സൈലന്റ് ആവും.
അപ്പൊ അമ്മോണ്ട് ഡോപ്പമിൻ സിസ്റ്റം റീവയർ ചെയ്തോ? ഡോപ്പമിൻ സിസ്റ്റം, നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം, എവറിത്തിങ് ഗോട്ട് ഫക്ഡ് അപ്പ്. ലൈക്ക് ഞാൻ കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അവിടുത്തെ സിസ്റ്റത്തിന്റെ ഓൺലി സൊല്യൂഷൻ യു ഹാവ് ഇസ് ഡ്രഗ്സ്. മലയാളികളുടെ ഇടയിലെ ഡ്രഗ് യൂസ് ഒക്കെ എങ്ങനെ അവിടെ? മലയാളികളുടെ ഇടയിൽ ഡ്രഗ് യൂസ് ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിലും എന്റെ വീട്ടിൽ ഞാനിപ്പോ ഈ എന്റെ വർക്ക് സ്കെഡ്യൂൾ ഭയങ്കര അൺഗ്ലോറിഫൈ ചെയ്ത് പറയുന്നത് എവറിബഡി വാസ് ഡൂയിങ് ദ സെയിം ആൻഡ് വി ഹാഡ് എ വെരി ബിഗ് ജാർ ഓഫ് വീഡ് ഇൻ ദ ഫ്രണ്ട് ടേബിൾ. അവിടെ ഒരു വലിയ ബോങ് വെച്ചിട്ടുണ്ട്. ഷിഫ്റ്റിന് പോകുന്നതിന് മുന്നേ അടിക്കത്തില്ല, ശരിയാ. ഷിഫ്റ്റ് കഴിഞ്ഞ് വന്ന് ലൈറ്റ് ചെയ്യും. കഴിക്കാൻ ആരോഗ്യം ഉണ്ടെങ്കിൽ കഴിക്കും. സി അവിടെയൊക്കെയാണ് പ്രശ്നം വന്നത്. അടിക്കും, കാരണം വി ജസ്റ്റ് ഹാവ് ടു എൻഡ് ദ ഡേ. അടിക്കും, ബോധം പോവും, ഉറങ്ങും. കാരണം 3 മണിക്കൂർ കഴിഞ്ഞ് അലാറം വെച്ചിട്ടായിരിക്കണേ. So the only dopamine hit you got was from ഒരു പീരീഡ് ഓഫ് ടൈമില് വീഡ്. അപ്പൊ നമ്മുടെ മൈൻഡ് സെറ്റിലെ റിവാർഡ് സിസ്റ്റം ഒക്കെ ഭയങ്കര ഫക്ഡ് അപ്പ് ആവത്തില്ലേ? റിവാർഡ് സിസ്റ്റം ഫക്ഡ് അപ്പ് ആവും. നമ്മുടെ പാഷൻ എല്ലാം നശിക്കും. നമ്മുടെ പർപ്പസ് പോവും. പക്ഷെ എനിക്ക് ജസ്റ്റ് അക്സെപ്റ്റ് ലിവിങ് ഇൻ ദിസ് മാട്രിക്സ്. പക്ഷെ I understood that you broke out of that system. Yes, and I broke out of the system in a very unconventional way. How did that happen? Briefly. ആ ഒരു ഹാബിറ്റിനെ സപ്ലിമെന്റ് ചെയ്ത ഹാബിറ്റ് എന്തോ? ഹാബിറ്റ് അല്ല, I just one day me and my friends had a day off after too many months of working. ഞാൻ എൻ്റെ ഈ ഫാക്ടറി ഷിഫ്റ്റ്, KFC ഷിഫ്റ്റ് കണ്ടിന്യൂഡ് ഫോർ അബൌട്ട് സോ മെനി മന്ത്സ്. ആൻഡ് ഞാൻ ഫീസ് അടച്ചു. എനിക്ക് KFCയിലൊരു ചെറിയ പ്രശ്നം വന്നു. ഐ സെഡ് ഫക്ക് ഇറ്റ്, ഐ ക്വിറ്റ്. ഫാക്ടറിയിൽ ഞാൻ വിളിച്ചു പറഞ്ഞു ഐ ക്വിറ്റ്. ഞാൻ അപ്പനെ വിളിച്ചു പറഞ്ഞു, അപ്പ ഞാൻ ഫീസ് അടച്ചിട്ടുണ്ട്, എനിക്ക് കുറച്ച് പൈസ തരണം. ഐ ജസ്റ്റ് വാണ്ട് ടു ടേക്ക് എ ഫ്യൂ ഡേയ്സ് ഓഫ്. ആൻഡ് ഫീസൊക്കെ അടച്ചതുകൊണ്ടും അവര് ഞാൻ അടയ്ക്കത്തില്ല എന്ന് വിചാരിച്ചതുകൊണ്ടും കുറച്ച് പൈസ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ പൈസ എനിക്ക് തന്നു. ഇറ്റ് വാസ് എ ഗുഡ് എമൗണ്ട്. 2 ജോലിയും ക്വിറ്റ് ചെയ്തു. പുതിയ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഐ ഡിഡ്ന്റ് വർക്ക് ഫോർ 6 months. I stopped weed. I stopped working. I started hearing podcast. I started reading books. I started to do my own little investigation. And ഈ ഡിസിഷൻ എല്ലാം എന്നെ എടുക്കാൻ സഹായിച്ചത് ഒരു പയ്യനാണ്. ആ പയ്യൻ ആരാണെന്ന് ഞാൻ പറഞ്ഞില്ല, ക്ലൂ തരാം. അത് ചില കാടുകളിൽ മണ്ണിൽ വളരും. മഷ്റൂമോ എന്ന് പറയും ചിലവർ. മഷ്റൂം ട്രിപ്പ്. ഒരു തവണ ഐ ഹാഡ് നാട്ടിൽ നിന്ന് നമ്മൾ മഷ അടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചുമ്മാ കൂട്ടുകാരുടെ കൂടെ കൊടയെ പോവുക, അന്ത വൈബൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. മഷ്റൂം ഇട്ടിട്ട് പാട്ട് കേൾക്കുക, തുള്ളുക. ദിസ് വാസ് നോട്ട് സംതിങ് ലൈക്ക് ദാറ്റ്. അവിടെ അത് സ്പിരിച്വൽ എക്സ്പീരിയൻസ്. I fucking talk to someone. Explain that. Oh, it's unexplainable. നമുക്ക് ലൈക്ക് ഇപ്പൊ ബിയർ ബൈസെപ്സിന്റെ മറ്റേ റൺവീർ ഷോ ആണെങ്കിലും മച്ചാന്റെ ലൈഫിൽ ഏറ്റവും വലിയ തിരി വന്നത് അയവാസ്ക അടിച്ചിട്ട്. സീരിയസ്ലി ദിസ് വാസ് സംതിങ് ലൈക്ക് ദാറ്റ്. I don't want to go to that. അങ്ങനെ പോഡ്കാസ്റ്റ് ഉണ്ടെങ്കിൽ അയവാസ്ക അടിച്ചിട്ട്. All right. ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസിലോട്ടോ ഇത് എന്തുവാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. ഇറ്റ് വാസ് എ സൈക്കഡലിക് സബ്സ്റ്റൻസ്. ഐ ഡോണ്ട് വാണ്ട് ടു നെയിം ഇറ്റ്. ഞാനിത് അടിച്ച ആളുകളുടെ പേരോ ഒന്നും പറയുന്നില്ല. ബട്ട് വി ഗോട്ട് ഇറ്റ്. അത് അവിടെ ലീഗലാണോ? അവിടെ ഒരു റിസർവിൽ പോയി, റിസർവ് ഫോറസ്റ്റ് ഉണ്ട്, അവിടെ പോലീസിന് കയറാൻ ഒക്കത്തില്ല. ദേ ക്യാൻ സെൽ എനിത്തിങ് ആൻഡ് ഇഫ് യു യൂസ് ഇറ്റ് വിത്തിൻ ദാറ്റ് ജുറിസ്ട്രിക്ഷൻ ഇറ്റ്സ് നോട്ട് ഇല്ലീഗൽ. അങ്ങനെ അടിച്ചു. only one time and I wanted to try it. ചുമ്മാ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയത്. എൻ്റെ കൂടെ ഉള്ള കമ്പനി അടിപൊളിയായിരുന്നു. വിജയ് എന്ന് പറഞ്ഞൊരു ബ്രോയും പിന്നെ ആൽബർട്ട് എന്ന് പറഞ്ഞൊരു ബ്രോയും. ആൻഡ് വി ഗൈസ് വേർ ദ ട്രിയോ ബാക്ക് ഇൻ ലണ്ടൻ ഡേയ്സ്. അടിച്ചു. ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ചെവിക്ക് 20 to 20,000 ഹെർട്സ് റേഞ്ച് ഉള്ളൂ. നമ്മുടെ കണ്ണിനും ചെറിയൊരു രീതിയിലുള്ള വിസിബിൾ സ്പെക്ട്രയെ കാണാൻ പറ്റൂ. വെൻ ഐ ഡിഡ് ദിസ് 20 to 20,000 ഹെർട്സ് വാസ് muted. It's like 0 to 10,000, something like that. And you had a conversation with who? I don't know. I still believe it was me from the future, but I cannot share because ആളുകൾക്ക് വട്ടാന്ന് വിചാരിക്കും. അല്ല,
മഷ്റൂം ട്രിപ്പ് അയവാസ്ക മഷ്റൂം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഇറ്റ് വാസ് നോട്ട്. ഓക്കെ, സൈക്കഡലിക് സിലസൈബൻ ഒക്കെയുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഒരുപാട് ലൈഫ് ചേഞ്ചിങ് സബ്സ്റ്റൻസ് ആണ്. ഒരുപാട് ഫേമസ് പേഴ്സണാലിറ്റീസ് എത്രയോ പേര് അത് യൂസ് ചെയ്തിട്ടുണ്ട്, അവരുടെ ലൈഫ് മാറ്റിയിട്ടുണ്ട്. സം പീപ്പിൾ സ്റ്റാർട്ടഡ് ബിക്കമിങ് ഡിസിപ്ലിൻഡ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് ഐ വാസ് ലൈക്ക് എങ്ങനെയെങ്കിലും രാവിലെ ഉറക്കത്തിൽ നിന്ന് എണ്ണീറ്റ് പോവുക, ജോലിക്ക് പോവുക, ജീവിക്കുക അന്നത്തെ. ബട്ട് എവറിത്തിങ് ചേഞ്ച്ഡ് ആഫ്റ്റർ ദാറ്റ്. ഡ്രസ്സിങ് സ്റ്റൈൽ മാറി, ഈറ്റിംഗ് ഹാബിറ്റ്സ് മാറി. അങ്ങനെ ഞാനിപ്പോൾ എന്നെ കാണുന്നവർക്ക് അറിയാം ഞാൻ മെലിഞ്ഞിരിക്കുക, ബട്ട് ഐ വാസ് ക്രോണിയർ ദാൻ ദിസ്. അസ്ഥികൂടമായിരുന്നു. ബട്ട് നൗ ഐ എം റിക്കവറിങ്, ഐ എം ഈറ്റിംഗ് ഗുഡ് സ്റ്റഫ്. എനിക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. യുവർ ഐഡിയോളജി ഓഫ് സക്സസ്, ഫിനാൻഷ്യൽ സക്സസ് എന്ന് മാറിയോ? ഐഡിയോളജി ഓഫ് ലൈഫ് മാറി, ആൻഡ് ഐ ഹാവ് എ perception about financial success, but I'm not against, I'm not chasing financial success. What is your next biggest goal in the coming 2 years? Next biggest goal എന്ന് പറയുന്നത് നമ്മുടെ നാട്ടില്, അതായത് സിലോസൈബിനെ അടിച്ച് തിരിഞ്ഞായതുകൊണ്ട് ചിലപ്പോൾ തോന്നുന്നതായിരിക്കാം, പക്ഷെ മോസ്റ്റ് പീപ്പിൾ ആർ സ്ലീപ്പിംഗ്. നിങ്ങൾക്ക് കാണുന്നവർക്ക് ചിലവർക്ക് മനസ്സിലാവും, ചിലപ്പോൾ ഈ ട്രിപ്പ് കിട്ടിയവർക്കോ കണ്ണ് തുറന്നവർക്കോ ഇത് മനസ്സിലാവും. മോസ്റ്റ് പീപ്പിൾ we do not promote drugs. നോ 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 കാനഡയിൽ പോയി ലീഗലായിട്ട് വേണമെങ്കിൽ അടിച്ചോ, കേരളത്തിൽ ചെയ്യരുത്, ജയിലിൽ പോകും. സോ മോസ്റ്റ് പീപ്പിൾ ആർ സ്ലീപ്പിംഗ്. സ്ലീപ്പിംഗ് ഇൻ വാട്ട് സെൻസ്? സ്പിരിച്വൽ അവേക്കനിങ് ആണോ ഉദ്ദേശിക്കുന്നത്? സ്പിരിച്വൽ അവേക്കനിങ് എന്നൊക്കെ ടഫ് വാക്കുകളൊക്കെ പറയണോ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ബട്ട് ദേ ആർ നോട്ട് സീയിങ് വാട്ട്സ് ഹാപ്പനിങ് ബിറ്റ്വീൻ ദം. എന്ന് പറഞ്ഞാൽ നമുക്ക് തരുന്ന ചോയ്സസ് എന്താണ്, അത് നമുക്ക് വേറൊരു പോഡ്കാസ്റ്റിൽ നമുക്ക് നമുക്ക് നമ്മളെ എന്താണ് വാട്ട്സ് ഹാപ്പനിങ് അറൗണ്ട് അസ് എന്നുള്ളൊരു കാര്യം നമുക്കറിയില്ല. ജോലിക്ക് പോകുന്നു, ഫുഡ് വാങ്ങിക്കുന്നു, EMI അടയ്ക്കുന്നു, മരിക്കുന്നു. സോ വേറൊരു സംഭവം കൂടെ, ഓൺ യുവർ എക്സ്പീരിയൻസസ്, 100-ല് എത്ര സ്റ്റുഡൻസ് എസ്പെഷ്യലി കാനഡയിൽ ഡിപ്രസ്ഡ് ലൈഫാണ് ജീവിക്കുന്നത്? 100-ല് 99, except that one rich kid whose daddy is sending millions of dollars. Otherwise everyone. You call your friend. കാനഡയിൽ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഐ ഹൈലി സജസ്റ്റ് യു കോൾ ഹിം. എടുക്കത്തില്ല, ഷിഫ്റ്റിലായിരിക്കും. പിന്നെ വിളിക്കുക, എടുക്കത്തില്ല, ഷിഫ്റ്റിലായിരിക്കും. പിന്നെ 4-5 വട്ടം വിളിച്ചിട്ടും എടുക്കത്തില്ലെങ്കിൽ he is not in shift, he doesn't want to talk to you anymore because he feels his life is depressed. So call him again. അപ്പോഴുള്ള ക്ലോസ് ഫ്രണ്ട്സ് ഒക്കെ അവിടെ ഡിപ്രസ്ഡ് ആയിരുന്നു? Yeah, sure. പലരും 50% പേരിൽ, 100% പേരിൽ ഒരു 20% പേര് ഡ്രഗിലോട്ട് തിരിയും, ലൈക്ക് ഐ ഡിഡ്. ആൻഡ് അതിനകത്ത് അവര് നശിച്ചു പോകും. അല്ല, എന്റെ അത് ഞാൻ പപ്പുണ്ട് ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ, എന്റെ മിക്ക കൂട്ടുകാരന്മാരും കാനഡ പോയിട്ട് തിരിച്ചു വന്നവന്മാര് ഇവിടെ ഒന്ന് സിഗരറ്റ് പോലും വലിക്കത്തില്ല. മീ ടു. ഞാൻ കോളേജിൽ സിഗരറ്റ് അഡിക്റ്റ് ആയിരുന്നു. ഞാൻ കാനഡയിൽ പോയാൽ കഞ്ചാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വി ക്യാൻ കൃഷി ചെയ്യാം കഞ്ചാവ്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ലീഗൽ. 5 പേരുള്ള വീട്ടിൽ 10 ചെടി വരെ നടാം. അതൊന്നും നടണ്ട, അവിടെ ഫ്രീ ആയിട്ട് കിട്ടും. ഒരു പാക്കറ്റ് സിഗരറ്റിന് അവിടെ $20 ആണെങ്കിൽ ഒരു പാക്കറ്റ് കഞ്ചാവിന് $6 ഉള്ളൂ. സോ ദാറ്റ്സ് കാനഡ. അപ്പോൾ പക്ഷേ ഈ സാധനം അകത്ത് പോയി എൻ്റെ കണ്ണ് തുറന്നു. ഐ നെവർ ടച്ച്ഡ് എ സിഗരറ്റ് ഓർ എ ജോയിന്റ് ഇൻ മൈ ലൈഫ് എവർ അഗെയിൻ. സോ ഗൈസ്, സിലസൈബൻ ട്രിപ്പിന് വേറൊരാളെ ഇവിടെ എനിക്കറിയാം, ട്രിപ്പ് അടിച്ച് ഓക്കെ ആയ, അത് വേറൊരു പോഡ്കാസ്റ്റ്. ബട്ട് ആസ് ഓഫ് റൈറ്റ് നൗ യുവർ സജഷൻ ഇസ് not to go to Canada? Not to go to Canada because you'll have to be extremely blessed to get out of there in the right mind. So ഈ ഫിനാൻഷ്യൽ ആസ്പെക്ടിനെക്കാട്ടിയും കൂടുതൽ ഇറ്റ് ഫക്സ് അപ്പ് യുവർ മൈൻഡ് സെറ്റ്. ഫിനാൻഷ്യൽ ആസ്പെക്ട് എന്ന് പറയുന്നത് രണ്ടാമതേ വരത്തുള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഗെറ്റിംഗ് ടു നമ്മുടെ മൈൻഡ് മാർക്ക് കൂടാ. നമ്മൾ 4 ബംഗാളികളുടെ 2-3 പഞ്ചാബികളുടെ കൂടെ കിടക്കുക, അവരുടെ കൂടെ വഴക്കുണ്ടാക്കുക, അവരുടെ കൂടെ കുക്ക് ചെയ്യുക, അവരുടെ അപ്പി കോരാൻ നമ്മൾ ബാത്റൂം വൃത്തിയാക്കടാന്ന് ആഴ്ചയിൽ 5 ദിവസം പറയുക. ദിസ് ഓൾ ഫക്സ് അപ്പ്. എന്നിട്ട് ഇതിന്റെ കൂടെ 16 hours ഓഫ് വർക്ക് പെർ ഡേ, ആൻഡ് ദാറ്റ് ടു ഹെക്ടിക് വർക്ക്, ലിഫ്റ്റിംഗ്, ക്ലീനിങ്. വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഞാൻ വായിച്ചിട്ടുള്ളത്, ഹാപ്പിനെസ് യു ഗെറ്റ് ഫ്രം ദ പീപ്പിൾ യു സറൗണ്ട്.
പക്ഷെ അവിടെ വരുന്ന എല്ലാവരും ഒരു റാറ്റ് റേസിനല്ലേ പറഞ്ഞത്. ഓ സോ ദേ ആർ സോ സെൽഫ് ഫോക്കസ്ഡ്, അത് നോട്ട് ഇൻ എ ബാഡ് സെൻസ്. അപ്പൊ എല്ലാവരും സെൽഫിഷ് ആവത്തില്ലേ? എല്ലാരും സെൽഫിഷ് ആവാണ്, ബട്ട് ഐ എം നോട്ട് സെയിങ് ദാറ്റ്സ് നെസസറിലി എ ബാഡ് തിങ്. അതെ, they don't have a choice. Yeah, they don't have a choice. ഇപ്പം I was able to afford to come back. Most people are not. അപ്പോ they have no choice. If they stall down, they go to the bottom. So their only way is to run. അപ്പോൾ ഇറ്റ്സ് എൻ എൻഡ്ലെസ് സൈക്കിൾ ഓഫ് റണ്ണിങ്. നമ്മളെ കനേഡിയൻ ഗവൺമെന്റ് യഥാർത്ഥത്തിൽ കുറെ ചതിക്കുവാണ്. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് 25 ലക്ഷവും വാങ്ങിച്ചിട്ട് അതിനകത്തെ പകുതി പൈസ സാന്റാമോണിക്കയ്ക്ക് തിരിച്ചു കൊടുക്കുക. സോ എന്നിട്ട് നമുക്ക് PR കിട്ടാൻ വേണ്ടി അവിടുത്തെ റൂൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ബുക്കിൽ വായിക്കുമ്പം 40 hours into 30 hours ഇത്ര നാൾ വർക്ക് ചെയ്താൽ അത് കിട്ടും, ഇത് കിട്ടും. അവിടെ ഈ നിങ്ങൾ പോകുന്നതിന് മുമ്പ് സാന്റാമോണിക്ക ഒക്കെ പറയുന്ന ലീഗാലിറ്റി കംപ്ലീറ്റ്ലി ഫോളോഡ് ആണോ? ലീഗാലിറ്റി കംപ്ലീറ്റ്ലി ഫോളോഡ് ആണെന്ന് പറഞ്ഞാൽ കാനഡ വാസ് എ ഗുഡ് കൺട്രി വെൻ ഇറ്റ് കംസ് ടു ലോസ്, ബട്ട് ടു മച്ച് പീപ്പിൾ. ഞങ്ങൾ താമസിച്ച ലണ്ടൻ എന്ന് പറഞ്ഞ വലിയ സിറ്റിയിൽ, അവിടെ എത്ര ലക്ഷക്കണക്കിന് പേരുണ്ട്. ഓൺലി 1 പോലീസ് സ്റ്റേഷൻ ആൻഡ് അബൌട്ട് 2 or 3 cars. സോ വൺ ടൈം ഞാൻ വർക്ക് ചെയ്യുന്ന KFC-യിൽ ഒരാള് ഗണ്ണും കൊണ്ടുവന്ന് പൈസ അടിച്ചുകൊണ്ട് പോയിട്ട് ഞങ്ങൾ പോലീസിനെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു നാളെ വരാം. യെസ്, ദാറ്റ്സ് ദ റിയാലിറ്റി. ഞാൻ ഈയിടെ ഇലോൺ മസ്കിന്റെ ഒരു പോഡ്കാസ്റ്റ്. അത് വേറൊരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഏതോ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അവൻ റിസപ്ഷനിസ്റ്റ് ആയിട്ട് അവിടെ വർക്ക് ചെയ്യുക. അപ്പൊ അവൻ റൂം ക്ലീൻ ചെയ്യാൻ കയറിയപ്പോ ഒരു പെണ്ണ് ഇങ്ങനെ ഒന്നും ഇല്ലാതെ ഡ്രഗ് അടിച്ച് ഓവർ യൂസ് ആയിട്ട് കിടക്കുന്നത്. അപ്പൊ അവൻ മനസ്സിലായി എന്തോ സീനാണെന്ന്. അപ്പൊ അവൻ അവിടുത്തെ മാനേജേഴ്സിന്റെ ആൾക്കാരെയൊക്കെ വിളിച്ചുകൂട്ടി ഇവന്ത് ചാവാൻ പോകുന്ന പറഞ്ഞപ്പോഴത്തേക്കും അവസാനം ഇവളെന്തോ ടൂറിസ്റ്റ് ആയിരുന്നു. ഇവള് പറഞ്ഞു ഇവനാ എന്നെ അവസ്ഥയിൽ എത്തിച്ചത്. പാവൻ ചെക്കനാണ് പെട്ട്. പക്ഷെ അവിടെ വരുന്ന പോലീസ് ഓഫീസേഴ്സിന് അറിയാം, എല്ലാവർക്കും അറിയാം ഇവനൊരു ബന്ധമില്ല. പക്ഷെ അവൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതെ പെണ്ണിന്റെ സ്റ്റേറ്റ്മെന്റിന് ഭയങ്കര വാല്യൂ ഉണ്ട്. ഇവൻ മാസങ്ങൾ തന്നെ പറയാൻ ഓടേണ്ടി വന്നു. അതേപോലെ വേറെ തോന്നുന്നത് ഏറ്റവും വലിയ കോമഡി ഇവളുടെ സ്റ്റേറ്റ്മെന്റിനകത്ത് ഇവൻ കാറിൽ ഡ്രൈവ് ചെയ്ത് കൊണ്ടുവന്നാണ്. അവൻ ചെറുക്കൻ അവിടെ സൈക്കിൾ മേടിക്കാൻ പോലും കാശില്ല, അവൻ നടന്നാണ് ഷിഫ്റ്റിന് പോകുന്നത്. പക്ഷെ അതും പോലീസുകാർക്ക് പറയുമ്പോ അവർക്ക് ചിരിയാ, പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പോലീസുകാർക്ക് അവിടെ വെരി ലിറ്റിൽ റോളാണ്. ഇപ്പൊ പോലീസുകാർ നമ്മളടുത്ത് വന്നിട്ട് നീ എന്തോ ചെയ്യോടാ, നീ എന്താ ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് പോലീസുകാരനെ സൂ ചെയ്താ അവൻ